ഇത് തുടങ്ങുന്നതിന് മുന്നേ നിനക്ക് ഭയങ്കര വേറെ ആയിരുന്നു എന്നൊക്കെ കേട്ടല്ലോ. വേറെ അങ്ങനെയൊന്നുമില്ല. എന്താണ് ആ വേറെ? അതെ. അത് സതീഷ് ഭായ് നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ നമ്മളോട് പറഞ്ഞു. കൺവിൻസ് ചെയ്യാൻ വന്നു ഇവിടെ. അതെ, ഇനി നീ പറ. തണുപ്പ് അവന്റെ ഒരു തണുപ്പ്. സത്യം പറയടാ. നീ ആവശ്യമില്ലാത്ത ടാലന്റ് പുറത്തെടുക്കണ്ട കേട്ടോ. ഉള്ളതുപോലെ പറ. ഉള്ളതുപോലെ പറ. ശരത്തേട്ടൻ ഓൾറെഡി മാർക്ക് ഇട്ട് കഴിഞ്ഞു. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. മാർക്ക് ഇട്ടോ. ശരത് സാറിനെ പേടിയാണ്. പച്ചക്ക് അവൻ പറഞ്ഞു. അല്ല, ഇതിലും പച്ചക്ക് ഇനി വേറെ ആരും എന്ത് പറയും? മക്കളെ, ഒരു കാര്യം ഞാൻ പറയാം, അത് നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട്. എന്നെപ്പോലുള്ള നല്ലവനെ നിങ്ങൾക്കൊന്ന് കാണാൻ കിട്ടത്തില്ല ഈ ഭൂമി മലയാളത്തിൽ. സത്യം. അല്ല, അവരുടെ അടുത്ത് അവർക്ക് അറിയാം. അവരെന്നെ ഇപ്പം തള്ളി എന്താ, ഞാനൊരു നല്ലവനായതുകൊണ്ട് അല്ല, അത് തള്ളായതുകൊണ്ട്. പേടിക്കണ്ടാന്ന് മക്കള് പേടിക്കണ്ടാടാ. അത് ഞാനൊരു സ്നേഹമുള്ള സിംഹം. മനുഷ്യനാണ്. സ്നേഹമുള്ള സിംഹം. ഇടയ്ക്കിടയ്ക്ക് മാന്തി കടിക്കുള്ളൂ. കടിക്കും, തിന്നും. അങ്ങനെയൊന്നുമില്ല മക്കളെ. നല്ല എനിക്ക് ഈ പാട്ട് കേൾക്കുന്നെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് സന്തോഷമാണ്. നിങ്ങളൊക്കെ നിന്ന് പാടുന്ന കാണുമ്പോൾ കുറേ സന്തോഷമാണ് മനസ്സിൽ കേട്ടോ. നമ്മുടെയൊക്കെ ടെൻഷൻസ് മറന്ന് ഇരിക്കുന്ന, ഞാനിങ്ങനെ റിയാലിറ്റി ഷോയിൽ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. നിങ്ങളൊക്കെ പാടുമ്പോൾ നന്നായിട്ട് പാടിയല്ലേ, അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലതും പറയും. പക്ഷെ നന്നായിട്ട് പാടുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയാം. അത് കുഞ്ഞുങ്ങൾ കുറച്ച് മുതിർന്നാൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കമൻറ്റ് പറയും. ഇപ്പം നിങ്ങളിപ്പോൾ വളർന്ന് വരുന്നതല്ലേ ഉള്ളൂ, ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാരെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ആരെയും പേടിക്കണ്ട. അതേ ഞാൻ പറയത്തുള്ളൂ. ഈ പ്രാക്ടീസ് കുറവാകുമ്പോഴാണ് ആരെ കണ്ടാലും മറ്റേ അവിടെ നിൽക്കുന്നതോ മറ്റേ പാക്കരൻ അവിടെ നിൽക്കുന്നത് അയാളെ കണ്ടാലും പേടി, ഇപ്പുറത്ത് ഗോപാലകൃഷ്ണനെ കണ്ടാൽ പേടി. അങ്ങനെ വരത്തില്ല. മോനങ്ങോട്ട് പ്രാക്ടീസ് അല്ല ഞാനങ്ങോട്ട് പാടും എന്ന് പറഞ്ഞിട്ട് നിന്ന്. ഇപ്പോൾ രാജാ സാറ് വന്നിരുന്നാൽ പോലും മോന് പേടിക്കാതെ പാടാം. അദ്ദേഹത്തെ പേടിക്കണം എന്നാലും ഞാനൊരു ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ എക്സാമ്പിൾ പറയാൻ പറ്റിയ ആൾ.